ഒരു കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ധാരാളം സ്വപ്നം കണ്ടിരുന്നു. ഡോക്ടറാവണം, IAS, IPS ഇതൊക്കെ നേടണം എന്നൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. പക്ഷെ എന്തോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് തിളക്കമുള്ള ലക്ഷ്യങ്ങൾ ഒന്നും തന്നെയില്ല. പത്രം വായിക്കണമെന്നും പുസ്തകം വായിക്കണമെന്നും വാശി പിടിച്ച തലമുറയൊക്കെ നമ്മൾ ഇന്ന് എവിടെയോ മറന്നുപോയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകത്തെക്കാളൊക്കെ അവന് ആകർഷണം നൽകുന്നത് അവന്റെ മൊബൈൽ ഫോണിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ട്യൂണാകാം. സ്വൈപ്പ് ആൻഡ് സ്ക്രോൾ എന്ന് പറയുന്ന 2 വാക്കുകൾ അവന്റെ ചിന്താക്രമത്തെ തന്നെ ഇന്ന് മാറ്റിമറിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പഠന വിഷയത്തിനോട്, അവന്റെ പാഠപുസ്തകങ്ങളോട് താല്പര്യമുണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകും. വചനം പറഞ്ഞും പ്രാർത്ഥിക്കാൻ സാധിക്കണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എവിടെ നമുക്ക് വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു, അവിടെ വലിയൊരു വിടുതൽ കാണാൻ സാധിക്കും. യെശയ്യാവ് 54:13 കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവര് ശ്രേയസ്സാർജിക്കും. ഈ വചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാ ദിവസവും ചൊല്ലാം. എന്റെ കർത്താവേ, എന്റെ മകനെ, എന്റെ മകളെ നീ പഠിപ്പിക്കണമേ, അവര് ശ്രേയസ്സാർജിക്കട്ടെ. അങ്ങനെയെങ്കിൽ മാത്രമേ അവർ ശ്രേയസ്സാർജിക്കുകയുള്ളൂ എന്നുള്ള സത്യം പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുപരി നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്റെ മകനെ, നീ പഠിക്കാനിരിക്കുമ്പോൾ നിനക്ക് എത്ര കട്ടിയുള്ള, എത്ര ബുദ്ധിമുട്ടുള്ള വിഷയമായിക്കൊള്ളട്ടെ, നീ പഠിക്കാനിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ആ സഹായകനെ നിന്റെ പഠന മുറിയിലേക്ക് നീ പഠിക്കാനിരിക്കുമ്പോൾ നിന്റെ കൂടെ ഇരുത്തണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവാണ്, അറിവിന്റെ ആത്മാവാണ്, ഉപദേശത്തിന്റെ ആത്മാവാണ്. ആ ഉപദേശകൻ, ആ സഹായകൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന വിഷയങ്ങളിലും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവന് സഹായകനായി, ഉപദേശകനായി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ഹെൽപ്പറായി മാറട്ടെ. അതിനൊക്കെ ഉപരി ദൈവസന്നിധിയിൽ നീതിയുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ, ലക്ഷ്യബോധമുള്ളവരായി വളർന്നു വരട്ടെ. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ കൂടുതൽ മനോഹരമായ ജീവിതം നയിക്കുവാൻ, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കട്ടെ.